നമസ്കാരം. 2026 മെയ് മാസത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്രവും എന്നാൽ പുരോഗമനപരവുമായ ഫലങ്ങളാണ് പ്രവചിക്കപ്പെടുന്നത്. തുലാം, വൃശ്ചികം രാശികളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോൾ മാനസികമായ സമ്മർദ്ദം. ഈ മാസം ജോലിയുമായി ബന്ധപ്പെട്ട് ചെറിയ തോതിൽ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായേക്കാം. ദീർഘകാലം മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കൂടുതൽ പരിശ്രമം ആവശ്യമായിട്ട് വരും. ആരോഗ്യത്തിലേക്ക് വരികയാണെങ്കിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകളോ അമിതമായ ക്ഷീണമോ അനുഭവപ്പെടാൻ ചെറിയ സാധ്യതയുണ്ട്. കൃത്യമായ ഭക്ഷണക്രമവും വിശ്രമവും ഈ മാസത്തിൽ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. വാക്കുകളിലെ നിയന്ത്രണം. സംസാരത്തിൽ പരുഷത വരാതെ നോക്കുക. സുഹൃത്തുക്കളുമായോ സഹപ്രവർത്തകരുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളിലേക്ക് നീങ്ങാതെ ശ്രദ്ധിക്കുക. ഇനി അവസരങ്ങളിലേക്ക് വരികയാണെങ്കിൽ കരിയർ മുന്നേറ്റം. തൊഴിൽ നേടുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാനും സർക്കാർ പരീക്ഷകൾ മികച്ച വിജയം നേടാനും ഈ മാസം വളരെ അനുകൂലമാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനി സാമ്പത്തിക ലാഭം. അപ്രതീക്ഷിതമായ ധനലാഭത്തിനൊക്കെ ചെറിയ സാധ്യത കാണുന്നുണ്ട്. പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭവും പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളും ഒക്കെ ഈ മാസം പ്രതീക്ഷിക്കാം. ഇനി വിദ്യാഭ്യാസ നേട്ടത്തിലേക്ക് വന്നാൽ ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങളൊക്കെ നീങ്ങും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും അംഗീകാരങ്ങൾക്കും ഒക്കെ സാധ്യതയുണ്ട്. ഇനി ചെയ്യാവുന്ന കാര്യങ്ങളിലേക്ക് വന്നാൽ ആത്മീയമായ കാര്യങ്ങൾ ഒക്കെ ചെയ്യാം. വ്യാഴാഴ്ചകൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് മനസ്സിന് സമാധാനവും ഉന്മേഷവും ഒക്കെ നൽകും. ഇനി നിക്ഷേപങ്ങളിലേക്കൊക്കെ വന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾ ആരംഭിക്കാൻ അനുയോജ്യമായ സമയമാണ്. കുടുംബത്തിലെ മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഈ മാസം ഗുണകരമാകും. ഇനി പഠനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പുതിയ തൊഴിൽ നൈപുണ്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് സ്കിൽ സെറ്റൊക്കെ പഠിച്ചെടുക്കാൻ ഉപയോഗിക്കാം. ഇത് ഭാവിയിൽ കരിയറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്ക് വന്നാൽ തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ, തൊഴിൽ മാറ്റത്തെക്കുറിച്ചോ വലിയ നിക്ഷേപങ്ങളെക്കുറിച്ചോ ഉള്ള തീരുമാനങ്ങൾ തിടുക്കത്തിൽ എടുക്കാതിരിക്കുക. മാസത്തിന്റെ രണ്ടാം പകുതി വരെ കാത്തിരിക്കുന്നതായിരിക്കും ഉചിതം. അമിതമായ ആത്മവിശ്വാസം. കാര്യങ്ങൾ അനുകൂലമാണെങ്കിലും അമിത ആത്മവിശ്വാസം കാണിക്കുന്നത് അബദ്ധങ്ങൾക്ക് കാരണമായേക്കാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ പാടെ അവഗണിക്കുന്നത് ഒഴിവാക്കുക. ഇനി അനാരോഗ്യമായ ഭക്ഷണ രീതി. പുറത്തുനിന്നുള്ള ഭക്ഷണവും അമിതമായ എരിവുള്ള ആഹാരങ്ങളും ഒക്കെ ഈ മാസം ഒഴിവാക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല.